ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരത്തുള്ള നെയ്യാർ ഡാമിലേക്കാണ്. അപ്പോൾ നെയ്യാർ ഡാമിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് KSRTC ബസ്സിലാണ്. പൂജപ്പുരയിൽ നിന്നാണ് നമ്മൾ KSRTC ബസ്സിൽ കയറിയത്. പൂജപ്പുരയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് നെയ്യാർ ഡാമിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരാളുടെ ടിക്കറ്റ് ചാർജ് 10 രൂപ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറുവാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നെയ്യാർ ഡാമിലേക്കുള്ള പ്രവേശന സമയം. പക്ഷേ 5 മണി വരെ മാത്രമേ ഇവിടുത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള സംഭവങ്ങളുടെ എല്ലാം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡയറക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. നെയ്യാർ ഡാമിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ലയൺ സഫാരി പാർക്കുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർക്കുണ്ട്, അക്വേറിയം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡാമിൻ്റെ പ്രധാന അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇവിടെ ഒരു മുതല വളർത്തൽ കേന്ദ്രം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറിയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ ഇവിടെ ഈ ഒരു ബോർഡിൽ കണ്ട പോലെ ലയൺ സഫാരി പാർക്കും മുതല വളർത്തൽ കേന്ദ്രവും എല്ലാം ഉണ്ടോ, അവിടെ മുതലകളും ലയൺസും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അകത്ത് കയറി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഇവിടുത്തെ ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണോ നമ്മൾ ഈ ഒരു കാണുന്നത്. അങ്ങനെ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പാലമുണ്ട്. അപ്പോൾ ഈ ഒരു പാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഡാമിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന ടൈമിൽ ഇവിടെ മഴ വളരെ കുറവായതുകൊണ്ട് ഡാമിൻ്റെ ഷട്ടറുകളൊന്നും ഓപ്പൺ അല്ല. പക്ഷേ ഈ ഒരു ഡാമിൻ്റെ ഒരു ഷട്ടറിൽ നിന്നും ചെറുതായിട്ട് വെള്ളം വീഴുന്ന നമുക്ക് ഈ ഒരു ഡാമിൻ്റെ അടുത്ത് വന്ന് നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡാമിന് പ്രധാനമായിട്ട് 4 ഷട്ടറുകളാണ് ഉള്ളത്. നെയ്യാർ നദിയിലാണ് ഈ ഒരു ഡാം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1958 ഈ ഒരു ഡാം നിർമ്മിച്ചത്. നമുക്ക് ഈ ഒരു ഡാമിന് സമീപത്തായിട്ട് വന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാലവും കാണാൻ കഴിയും. ഈ ഒരു ഡാമിൻ്റെ മുകളിലായിട്ട് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു നടപ്പാത പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡാമിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ നമുക്ക് കാണാം. അപ്പോൾ ഇതിന് സമീപത്തായിട്ടും ചെറിയൊരു പാലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ തന്നെ ഭാഗമാണ് ഇതെല്ലാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇതുപോലെ ചെറിയൊരു കനാൽ വഴിയിട്ട് ഒഴുകി പോകുന്നതും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെറിയ ജലസേചനത്തിനൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചിരുന്ന ഒരു ഡാം കൂടിയാണ്. അപ്പോൾ ജലസേചനത്തിനാണ് പ്രധാനമായിട്ടും ഇതുപോലെ ചെറിയ കനാലുകളിലേക്കൊക്കെ ആയിട്ട് വെള്ളം കൃഷിക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഒരു ഡാമിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. കുറച്ചധികം സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിൽ എത്തുവാനായിട്ട്. പക്ഷേ ഈ ഒരു മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. എന്താ പറയുക, നമുക്ക് ഈ ഒരു നെയ്യാർ ഡാമിൻ്റെ മൊത്തം ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അത്രയും മനോഹരമാണ് ഈ ഒരു നെയ്യാർ ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നെയ്യാർ നദിയിൽ ബണ്ട് കെട്ടിയിട്ട് ഈ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഡാമിന് സമീപത്തായിട്ട് കാണുന്ന മലനിരകളാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതും മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. ഇതിന് സമീപത്തായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു പവലിയൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പവലിയനിൽ കയറി നിന്നാലും ഈ ഒരു ഡാമിൻ്റെ ഭംഗി മുഴുവനായിട്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ പവലിയന് സമീപത്തായിട്ട് ബോട്ട് സഫാരി ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ബോട്ട് സഫാരി ഉണ്ടെന്നാണ് നമ്മൾ അവിടെ ആ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ബോട്ട് സഫാരി നടക്കുന്നത്. അപ്പോൾ അതിന് 1 മണിക്കൂറിന് 750 റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ വൈകിട്ട് 5 മണി കഴിഞ്ഞതിനാൽ ഇവിടെ ബോട്ട് സഫാരിയുടെ ആ ഒരു ടൈം കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന് സമീപത്തായിട്ടാണ് ഇവിടെ നെയ്യാർ വന്യജീവി സങ്കേതം വരുന്നത്. ഈ ഒരു വന്യജീവി സങ്കേതവും 5 മണി വരെ മാത്രമാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് വന്യജീവി സങ്കേതത്തിലെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ കൂടുതൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇവിടെയാണ് നെയ്യാർ ബോട്ട് സഫാരി നടക്കുന്നത്. അപ്പോൾ ഇതിന് സമീപത്തായിട്ട് നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ ഇവിടുത്തെ ആ ഒരു അനിമൽസിൻ്റെയൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അനിമൽസൊക്കെ ഈ ഒരു വന്യജീവി സങ്കേതത്തിൽ ഉണ്ടോ എന്നൊന്നും നമുക്കതിനകത്ത് കയറിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് സമീപത്തായിട്ട് ഒരു മുതല വളർത്തൽ കേന്ദ്രത്തിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മുതലകളുടെ പ്രജനന സമയത്തിൻ്റെ പറ്റിയിട്ടും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നെയ്യാർ ഡാമിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.